പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ 4 സെഷനുകളായി ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം എൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നിന്ന് ചിന്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിൻ്റെ 5-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇപ്രകാരം ചിന്തിക്കുവാനിടയായി തീർന്നു. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. 5-ാമത്തെ കാര്യം, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. ഇതേ പ്രവാചകനാണ് മുൻപ് പറയുന്നത് സമയം തെറ്റത്തില്ല. എന്നിട്ട് താൻ പറയുകയാണ് അത് വൈകിയാലും നീ അതിനായി കാത്തിരിക്കണം. 5-ാമതായിട്ട് താൻ പറയുന്ന ഒരു കാര്യം, അത് വരും നിശ്ചയം, താമസിക്കത്തില്ല. സമയം തെറ്റത്തില്ല എന്ന് പറയുന്നു, അത് വൈകിയാലും അതിനായി കാത്തിരിക്കണം എന്നും പറയുന്നു. അതേസമയം വരും നിശ്ചയം, താമസിക്കത്തില്ല. അതായത് സമയം തെറ്റത്തില്ല, സ്വതം താമസിക്കത്തില്ല. പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ വാഗ്ദത്തങ്ങളൊക്കെ സമയം കഴിഞ്ഞു പോയി എന്ന് തോന്നാറുണ്ട്. എന്നാൽ ഇവിടെ ഉറപ്പിച്ച് താൻ പറയുകയാണ്, ഇല്ല, സമയം തെറ്റത്തില്ല, സ്തോത്രം, അത് വരും നിശ്ചയം, താമസിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് എന്നെ കേൾക്കുന്ന ആരോടോ വ്യക്തമായി സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന ദർശനത്തിൻ്റെ സമയം തെറ്റത്തില്ല, അത് വരും നിശ്ചയം, താമസിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്. പ്രവാചകനായ യെശയ്യാവിലൂടെ കർത്താവ് പറയുകയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ മടങ്ങി വരാതെ അത് അയച്ച കാര്യം നിവർത്തിക്കും. കർത്താവ് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളും ദർശനങ്ങളൊക്കെ ദൈവം അത് നിറവേറ്റും. അതിൻ്റെ സമയത്ത് അത് നിറവേറും. അത് വരും നിശ്ചയം. ആമേൻ, സ്തോത്രം. ഭോഷ്ക്ക് പറയുവാൻ ദൈവം മനുഷ്യനല്ല, വ്യാജം സംസാരിപ്പാൻ താൻ മനുഷ്യപുത്രനല്ല. കർത്താവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ ഒരുപക്ഷെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവരുടെ വാക്കുകൾക്ക് മാറ്റം വരും. അവരിന്ന് പറയുന്നത് നാളെ നിവർത്തിക്കണമെന്നൊന്നുമില്ല. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെ മടങ്ങി വരാതെ അത് അയച്ച കാര്യം നിവർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊന്ന് വിശ്വസിക്കുവാൻ, ഒന്ന് ഉറപ്പോടെ ധൈര്യത്തോടെ ദൈവസന്നിധാനത്തിൽ ആയിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് കൃപ ചെയ്യട്ടെ. അത് വരും നിശ്ചയം, താമസിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ഒരു റീ അഫർമേഷൻ ചിലർക്ക് നൽകിയാണ്. നിൻ്റെ ജീവിതത്തിലുള്ള വാഗ്ദത്തം നീ നാളുകളായി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്ന് നിനക്ക് തോന്നിയാലും കർത്താവ് നൽകുന്ന ഒരു അഫർമേഷൻ പരിശുദ്ധാത്മാവ് വീണ്ടും സംസാരിക്കുന്നത്, ആമേൻ, അത് വരും നിശ്ചയം, താമസിക്കത്തില്ല. 38 വർഷമായി ഒരേ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടിയും കർത്താവ് ഇറങ്ങി വന്നെങ്കിൽ, ആമേൻ, സ്തോത്രം, എത്ര വർഷമായോ അത് കർത്താവിനൊരു വിഷയമല്ല. ദൈവത്തിന് പ്രവർത്തിപ്പാൻ നിമിഷങ്ങൾ മതി. ഒറ്റ രാത്രി കൊണ്ടും കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ചെയ്യുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ ദൈവസന്നിധാനത്തിലായിരിക്കുക. ആമേൻ. വാഗ്ദത്തങ്ങൾ വരും നിശ്ചയം, താമസിക്കത്തില്ല.